നരിയും എലിയും. ഒരു കാട്ടിൽ വിശന്നു വലഞ്ഞു നടന്ന ഒരു നരി ഒരു എലിക്കൂട്ടത്തെ കണ്ടു. നരിക്ക് അവയെ തിന്നാൻ കൊതിയായി. എലിക്കറി എങ്ങനുണ്ടാവും? ഇപ്പൊ പിടിച്ച ഒന്നിനേ കിട്ടൂ. തന്ത്രപൂർവം പ്രവർത്തിച്ച ദിവസം ഓരോന്നിനെയായി തിന്നാം. നരി എലികളെ പിന്തുടർന്ന് അവയുടെ വാസസ്ഥലത്തിനരികിലെത്തി. എല്ലാ എലികളും ഉള്ളിൽ കടന്നയുടനെ നരി വായ തുറന്നുകൊണ്ട് സൂര്യനെ നോക്കിക്കൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി. അല്പസമയത്തിനു ശേഷം പുറത്തു വന്ന എലികൾ നരിയെ കണ്ടു. അവയുടെ രാജാവ്, നരിച്ചാരെ, എന്തിനാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്? ഞാൻ 4 കാലിൽ നിന്നാൽ ഈ ഭൂമിക്ക് എന്റെ ഭാരം താങ്ങാനാവില്ല. എന്തിനാണ് വാ തുറന്നു പിടിച്ചിരിക്കുന്നത്? വായുവാണ് എന്റെ ഭക്ഷണം, അതുകൊണ്ടാ. എന്തിനാണ് സൂര്യനെ നോക്കി നിൽക്കുന്നത്? സൂര്യനെ വന്ദിക്കാനായിട്ട്. ഇതുപോലുള്ള സ്വാമിജികളെ കാണുവാൻ നാം ഭാഗ്യം ചെയ്തിരിക്കണം. ഇനി മുതൽ രാവിലെയും വൈകുന്നേരവും നാം ഇദ്ദേഹത്തെ വണങ്ങണം. ആഹാ, എന്റെ തന്ത്രം ഫലിച്ചിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ എലികൾ വരുന്ന സമയമാണ്. ഒറ്റക്കാലിൽ നിൽക്കണം. നമസ്കാരം, ഗുരു വിജയിക്കട്ടെ. എലികൾ നരിയെ വണങ്ങിയിട്ട് ഇര തേടാനായി പോയി. നരി ഒടുവിൽ പോയ എലിയെ മെല്ലെ പിടിച്ച് തിന്നു. ഇങ്ങനെ നരി ഓരോ എലിയെയായി ഓരോ ദിവസവും തിന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം, എന്താണിത്? നരി വായുവല്ലേ ഭക്ഷിക്കുന്നത്, പിന്നെങ്ങനെ ഇത്ര തടിച്ചു കൊഴുത്തു? അതിനെന്താണ് കാരണം? നമ്മുടെ കൂട്ടുകാരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നരി മാത്രം തടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരി എലി പിടിച്ചു തിന്ന് കാണുമോ? ശരി, അത് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. അന്ന് വൈകുന്നേരം എലികൾ പുറത്തു പോകുന്നതിന് മുൻപ്, ഇന്ന് നിങ്ങൾ മുൻപേ പോകിൻ, ഞാൻ ഒടുവിൽ വന്നുകൊള്ളാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ നരി എന്റെ മേൽ എടുത്തു ചാടും. ഞാൻ സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നരി എടുത്തു ചാടി എലിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എലി നീങ്ങിക്കൊടുത്തു. നരി താഴെ വീണു. കള്ളത്തര ഇപ്പോഴാണ് മനസ്സിലായത്. രാജാവ് നരിയുടെ കൊങ്ങയ്ക്ക് പിടിച്ച് അമർത്തി കൊന്നു. മറ്റുള്ള എലികൾക്ക് അന്ന് നല്ല വിരുന്നായിരുന്നു. ദുഷ്ടന്മാരുടെ വാക്കുകളെ വിശ്വസിക്കരുത്.